സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 28-ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം സംഘടിപ്പിക്കുന്നു. വിവിധങ്ങളായ പരിപാടികളോടെ നടത്തുന്ന സംഗമത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെയുള്ള 1000-ലേറെ പൂർവ്വ വിദ്യാർത്ഥികളും അവർക്ക് വിദ്യ പകർന്നു നൽകിയ അധ്യാപകരും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഒരു വട്ടം കൂടി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഒത്തുചേരലിൻ്റെ ഭാഗമായി പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ, ബാച്ചുകളുടെ സംഗമം, ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ, സ്നേഹവിരുന്ന് എന്നിവ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ കെ ജോയ്, കെ പ്രവീൺ, ബിജു ജോസഫ്, ജോസഫ് കല്ലിപ്പുഴ, ജി പ്രദീപ് കുമാർ, ടിമ്മി എലിപ്പുലിക്കാട്ട്, റോയ്സ് കുര്യൻ എന്നിവർ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 50-ാം വാർഷികം ഒരു വർഷത്തെ ആഘോഷകരമായ പരിപാടികളോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2024 ജൂൺ 3-ാം തീയതി ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ടി. മസൂൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവേശനോത്സവം, അതുപോലെ മനോഹരമായ ഈ സ്കൂളിൻ്റെ ഒരു വർഷത്തെ വാർഷികത്തിന് തുടക്കം കുറിച്ചു. നമ്മൾ പിന്നീട് ആലോചിച്ച് ഒരു വർഷത്ത് നീണ്ടു നിൽക്കുന്ന ആഘോഷകരമായ പരിപാടികളായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഓണാഘോഷവും വിപുലമായൊരു പരിപാടി ആലോചിച്ചാണ്. അത് നമ്മൾ PTA പ്രസിഡന്റുമാരുടെ, അതുപോലെ ഈ സ്കൂളിൻ്റെ തുടക്കം മാനേജ്മെൻറ്റ്, അതിൻ്റെ എല്ലാ ആളുകളുടെയും ഒരു സംഗമം കൂടെയാണ് അന്ന് ആലോചിച്ചത്. അത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടിയും മാറ്റി വെച്ചപ്പോൾ നമുക്ക് പരിപാടി ചെറിയ നടത്തി വിപുലമായി നടത്താൻ സാധിച്ചില്ല. മൂന്നാമത് തീരുമാനിച്ച പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്കൂളിൻ്റെ യശസ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് പാലാവിലും വയക്കരയിലും ഒക്കെ പോയാണ് നേരത്തെ കുട്ടികൾ പഠിച്ചത്. അതിനിടയ്ക്ക് മനോഹരമായി വന്ന സ്കൂളാണ്. 1974 ഈ സ്കൂളിൻ്റെ തുടക്കം. റീത്തുപള്ളിയുടെ മുറ്റത്ത് തുടങ്ങി, പിന്നീട് ഇപ്പുറത്തെ ഈ പള്ളിയിലെത്തി, പോക്കടവ് ഉൾപ്പെടെ. അതിനുശേഷമാണ് ഇവിടേക്ക് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം. തിരുമേനി പള്ളി ഉൾപ്പെടെ ഇവിടുത്തെ ജനസമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായ സരസ്വതി ശാസ്ത്രി സ്കൂള് ഇവിടേക്ക് ഉയർന്നു വന്നത്. 80-ൽ ഇത് UP സ്കൂൾ ഹൈസ്കൂളായി. 2010-ൽ ഹയർ സെക്കൻഡറി സ്കൂളായി. ഈ സ്കൂളിൽ നിന്ന് പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ നാടിൻ്റെ യശസ്, തിരുമേനിയുടെ യശസ് ഈ ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ മുഴുവൻ അവർ പഠിപ്പിച്ച അവരുടെ ഗുരുനാഥന്മാരെ ഗുരുഭൂതന്മാരെ കാണാൻ ഞങ്ങൾ ഈ ഡിസംബർ മാസം 28-ാം തീയതി, ഈ മാസം 28, 26 നാളെ 27, മറ്റന്നാൾ 28. 28-ാം തീയതി ഈ സ്കൂൾ അങ്കണത്തിലേക്ക് സ്നേഹപൂർവ്വം സഹപാഠികളെ മുഴുവൻ ക്ഷണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അതിൻ്റെ സംഘാടക സമിതിയായി വിവിധ 10-12 കമ്മിറ്റികൾ സംഘാടക സമിതി ഉണ്ടാക്കി. ആ പരിമിതമായ സമയത്ത് നിന്ന് നിരവധിയായ ആളുകൾ സേവനപൂർണ്ണമായ പഠിച്ച പ്രിൻസിപ്പാളുണ്ട്, അതുപോലെ മറ്റ് ആളുകളൊക്കെ അധ്യാപകരെ ക്ഷണിക്കാൻ 100-150 അധ്യാപകരെ ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ. അവരുടെ വീടുകളിൽ പോയി ക്ഷണിച്ചിട്ടുണ്ട്. അവരേതാണ്ട് എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ക്ഷണിക്കാനുള്ള പോക്കും അവരെ കാണുമ്പോഴൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ അത്യന്തം ആവേശകരമായി, അത്യന്തം ഹൃദയസ്പൃക്കായ നിലയിലാണ് ആ പോയതൊക്കെ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ജോയിച്ചേട്ടൻ, ശ്രീനിവാസൻ, പ്രദീപ്, രവീണ്, അതുപോലെ ടിമ്മി, റോയിസ്, സുനീഷ്, ഷിജോ, ഒരുപാട് ആൾ, ഞാൻ പറഞ്ഞ 10 പേരെടുത്ത് പറഞ്ഞ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പൂർവ്വ അധ്യാപകർ നേരിട്ട് ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മറ്റു സ്കോഡും അതിൻ്റെ എല്ലാ പ്രവർത്തനം നടക്കുകയാണ്. 28-ാം തീയതി രാവിലെ 10 മണിക്ക് ഏതാണ്ട് 9 മണിക്ക് തന്നെ എത്താൻ പറ്റുന്നവരൊക്കെ ഇവിടെ എത്തിച്ചാണ്. ഇവിടെ രജിസ്ട്രേഷൻ നടക്കും. അതുപോലെ അധ്യാപകർ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പൊതുസമ്മേളനം, ആ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നമ്മുടെ ഗുരുഭൂതന്മാരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കൽ, ഗ്രൂപ്പ് ഫോട്ടോ, അതിനുശേഷം നമ്മുടെ പഴയകാല ഓർമ്മയുടെ അന്ന് തീരെ ചെറുപ്പമായിരിക്കും പിള്ളേരൊക്കെ, അന്നത്തെ അധ്യാപകർ, അന്നത്തെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന ഫോട്ടോ, ബാച്ച് തിരിച്ചുള്ള യോഗം, ഓരോ ബാച്ചിന് വേറെ ഇരുന്ന് യോഗം നടത്തുന്ന ബാച്ച്, ജിനോടൊക്കെ ടീമിന് വേറെ
ഇരുന്ന് യോഗം ചേരാം. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ്. സ്നേഹ വിരുന്ന്, പൊന്നാട അണിയിച്ച്, അതുപോലെ തന്നെ മൊമെൻ്റോ അടക്കം കൊടുത്ത് നമുക്ക് അധ്യാപകരെ ആദരിക്കണം. 11 മണിക്ക് ചായ, സ്നാക്സ്, അതുപോലെ തന്നെ പിന്നെ ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഇതിനകത്ത് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇവിടെ പ്രിൻസിപ്പാളും നമ്പറും അതെല്ലാം കുറേ ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആലോചിച്ചുള്ള അടുത്ത പരിപാടി ഏപ്രിൽ മാസം, നമ്മൾ ആലോചിച്ച ഫെബ്രുവരിയാണ്, കുറച്ച് പരിമിതമുണ്ട്. ഏപ്രിൽ മാസത്തോടുകൂടി നമുക്കിവിടെ നല്ല അത് നിർദ്ദേശം ആലോചിച്ചല്ലെങ്കിൽ പോലും നമുക്ക് പണ്ട് ഇവിടെ ബാലചന്ദ്രനും പ്രദീപും പ്രവീണും റോയ്സൊക്കെ നല്ല നടൻ്റെ ഒക്കെ അഭിനയമൊക്കെ ഇവിടെ നടത്തി ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നമുക്കൊരു നാടകം ഉൾപ്പെടെ ഏപ്രിൽ മാസം അവസാനം 2-3 മാസം കൊണ്ട് ഇതിനൊക്കെ പറ്റുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു ഗേറ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ നമുക്ക് ഈ 28-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒന്നുകൂടെ ആലോചിക്കാം. അപ്പോൾ ഈ നിലയിൽ മനോഹരമായി തിരുമേനി സ്കൂള് 80-74 തുടങ്ങിയ UP സ്കൂളായി തുടങ്ങിയ 80 ഹൈസ്കൂളായ 2010 ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജായി മാറിയ നമ്മുടെ മനോഹരമായ കാട്ടുപന്നിയും കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രദേശത്തെ തിരുമേനി എന്നാണ്. ആ തിരുമേനിമാർ വസിച്ച നാടാണ് ഈ തിരുമേനി. ആ തിരുമേനി, മനോഹരമായ തിരുമേനി, ആ തിരുമേനി സ്കൂളിൻ്റെ 50-ാം വാർഷികം ഏറ്റവും അഭിമാനകരമായി നമുക്ക് നടത്താൻ പറ്റണം. പൂർവ്വ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൂളാണിത്. നിങ്ങളുടെ തുടക്കം ഇവിടുന്നാണ്. നിങ്ങളിവിടേക്ക് ഒരു വട്ടം കൂടി, ഈ പരിപാടി ഒരു വട്ടം കൂടി ഇതാ നമ്മുടെ ഗുരുഭൂതന്മാരെ കാണാൻ, നിങ്ങളുടെ സഹപ്രവർത്തകരെ കാണാൻ, നിങ്ങളുടെ സഹപാഠികളെ കാണാൻ, നിങ്ങൾ പരസ്പരം ഞുള്ളുകയും പിച്ചുകയും മാന്തുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ സഹപ്രവർത്തകരെ കാണാനുള്ള വഴി ഇവിടെ ഒരു വട്ടം കൂടി ഒരുക്കുകയാണ്. 28-ാം തീയതി രാവിലെ 10 മണിക്ക് നമുക്ക് ആരംഭിക്കും. 9:30 തന്നെ എത്തിച്ചേരാൻ മുഴുവൻ സഹപാഠികളെയും നാട്ടുകാരെയും സ്നേഹമുള്ളവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്ക്വാഡ് തിരിഞ്ഞ് ക്ഷണക്കത്ത് അനൗൺസ്മെൻറ്റ് ഇതിലൂടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞു. അതേപോലെ പൂർവ്വ അധ്യാപകരെ ഫോണിലൂടെയും അതേപോലെ പിന്നെ നേരിൽ കണ്ടുമൊക്കെ ആയിട്ട് പരമാവധി ക്ഷണിച്ചിരിക്കുകയാണ്. 28-ാം തീയതി 9:30 ഇവിടെ എത്തിച്ചേരുകയാണ് രജിസ്ട്രേഷനും. തുടർന്ന് പിന്നെ വിവിധ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, പിന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ആണ്. അതിൽ 2ാമത്തെ പരിപാടി നമ്മുടെ വിപുലമായ ഓണാഘോഷം നമുക്ക് ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാഗികമായി മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. പിന്നെ നമുക്കറിയാം, സ്കൂളിന് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്മരണിക പ്രകാശനം ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതേപോലെ നമുക്കൊരു പ്രവേശന കവാടം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ 28-ാം തീയതി വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് ഏറ്റെടുത്ത് പിന്നെ അതിൻ്റെ നല്ല സുഗമമായ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ സ്കൂളിന് ഒരു നല്ല ഭൂതകാലം ഉണ്ട്. അതേപോലെ നല്ലൊരു ഭാവിയും ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനു വേണ്ട ഒരു ഒരുക്കങ്ങളും തുടക്കങ്ങളുമാണ് നമ്മൾ ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നത്. നമുക്ക് അധ്യാപക സംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരുമേനി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. 2024 ജൂൺ മാസം ബോധനപ്പെട്ട പയ്യന്നൂർ MLA TI മധുസൂദനൻ അവർകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. അതിനുശേഷം 2 പരിപാടികൾ കഴിഞ്ഞു. 3ാമത്തെ പരിപാടിയാണ്. മലയോര മേഖലയായ ഈ ഒരു നാടിനെ സംബന്ധിച്ച് നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി ആൾക്കാർ ഇന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മീഡിയ രംഗത്തുള്ളവരുണ്ട്, ഡോക്ടർ പോലുള്ള രംഗത്തുണ്ട്, സേവന രംഗത്തുള്ളവരുണ്ട്. അങ്ങനെ അവരൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്നു. MLA ഉണ്ട്, MP ഉണ്ട്. അപ്പോൾ ഇതൊരു അറിയിപ്പായി കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ 28-ാം തീയതി നടക്കുന്ന ഒരു വട്ടം കൂടി എന്ന നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കണം. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ, സമ്മാനമായി നേടൂ. ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ.
മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.